കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷനും കുടുംബസംഗമവും നാളെ തൂക്കുപാലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന. കേരളത്തിലെ പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വാടക വിതരണ രംഗത്തെ സംഘടനയാണ് KSHGOA. ജില്ലയിൽ ഈ മേഖലയിൽ 500-ൽ പരം സ്ഥാപനങ്ങളും 2000-ൽ പരം തൊഴിലാളികളുമുണ്ട്. എന്നാൽ ഈ മേഖല നിരവധി വെല്ലുവിളികളും പ്രശ്നങ്ങളും നേരിടുകയാണ്. പ്രധാനമായും കൊട്ടേഷൻ തുകയ്ക്ക് മുഴുവൻ GST നൽകേണ്ടതായി വരുന്നു. ഇതുമൂലം നടത്തിപ്പുകാർക്ക് ലാഭം കിട്ടാത്ത സാഹചര്യമാണുള്ളത്. ലഭിക്കുന്ന ലാഭത്തിന് GST ഏർപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പന്തൽ പണികൾക്കായി ചെറുവാഹനങ്ങളിലും മറ്റും സാധനങ്ങൾ കൊണ്ടുപോകുന്നത് സ്ഥിരമായി മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയാണ്. വലിയ തുകയുടെ ഫൈനാണ് ഒടുക്കേണ്ടി വരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാളെ രാവിലെ 10-ന് തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. ലൈറ്റ് ആൻഡ് സൗണ്ട് വാടക വിതരണ രംഗത്തുള്ള ആളുകളുടെ സംഘടനയായ KSHGOA, കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് മാസം 4-ാം തീയതി തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു കുടുംബ സംഗമവും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളിത്തരം പ്രവർത്തികളെല്ലാം ചെയ്യാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ, സമൂഹത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭാഗം, ഒരുപക്ഷെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കേണ്ട ഒരു വിഭാഗം ആളുകൾ, വിവാഹം, മരണം പോലുള്ള ഏതൊരു ആവശ്യം വന്നാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പന്തലുകൾ ഒരുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൊടിതോരണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സമ്മേളന നഗരികളിലെ ഉത്സവങ്ങളിലെ പെരുന്നാളുകളിലെല്ലാം അവശ്യ വിഭാഗമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തുള്ള ആളുകൾ. ഞങ്ങൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ ക്ഷേമനിധി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അക്കാര്യത്തിൽ ഗവൺമെൻറ് നിസ്സംഗമ പുലർത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കാലാവസ്ഥയെ ക്രമവൽക്കരിച്ചുകൊണ്ടാണ് ഏറ്റെടുത്ത ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കാലാവസ്ഥയെ മാറ്റിവെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ നമുക്കറിയാം. ഒരു ചെറിയ വാഹനത്തിൽ ഒരു പന്തൽ നിർമ്മിക്കണമെങ്കിൽ ഒരുപക്ഷെ ചെറിയ വസ്തുക്കളൊന്നും പോരാ, വളരെയേറെ നീളമുള്ള കേഡറുകളും സാധനങ്ങളും എല്ലാം വേണം. രണ്ട് തൊഴിലാളി ആ വാഹനത്തിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്താൽ തൊഴിലാളിയെ ശിക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് മോട്ടോർ വാഹന അധികാരികൾ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ടാക്സുമായി ബന്ധപ്പെട്ട ആളുകൾ, ഈ രംഗത്തുള്ള നിരവധിയായ ഉദ്യോഗസ്ഥ പീഡനങ്ങളുണ്ട്. ഇതിനെല്ലാം ഒരു അവധി വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഈ നെടുങ്കണ്ടത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഈ നാട്ടിലെ പ്രിയപ്പെട്ട എല്ലാ സംഘടനാ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം 400ഓളം ആളുകളെ അവിടെ പ്രതീക്ഷിക്കുന്നു. അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ സംഘടനാ അംഗങ്ങളുടെ മക്കൾക്ക് ആദരവ് പുലർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ശാരീരിക വെല്ലുവിളികളെ എല്ലാം ഏറ്റെടുത്ത് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി അത് നടക്കുന്ന സമ്മേളനമാണ്. നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ AP അഹമ്മദ് കോയ അവർക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലൻ കാസർഗോഡ്, അതുപോലെ ശംസുദ്ദീൻ മലപ്പുറം, അതുപോലെ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കി, KN മോഹനൻ, ജമാൽ ഇടശ്ശേരിക്കുടി, എൽദോസ് ചൈത്ര, അമീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗോഫറിൽ വമ്പൻ ഓഫറിൽ വമ്പൻ ഓണം. ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും 50% വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം. 100-ൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ, വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലുമുള്ള വാർഡ്രോബുകൾ, ബെഡ്റൂം സെറ്റ് പ്ലസ് കട്ടിൽ പ്ലസ് 3 ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ് സൈഡ് ബോക്സ് ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ 23,999 മുതൽ ആരംഭിക്കുന്നു. നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ. എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന് 40% വരെ വിലക്കുറവും. ഈ ഓണം നന്നായി ഇരുന്നോണം. ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന.